ഒരു 3 മാസങ്ങൾക്ക് മുമ്പേ ഞാനൊരു 12 എച്ചിൻ്റെ ലിഥിയം ബാറ്ററി പാക്ക് വാങ്ങിച്ചിരുന്നു. ആ സമയത്ത് അതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് കമൻ്റ് അടിച്ചു, നമ്മളെ പറ്റിച്ചു, ഇത് സാധാ വെള്ളം ഒഴിക്കുന്ന ടൈപ്പാണ്, അതല്ലാണ്ട് ലിഥിയം ഒന്നുമല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ അവർക്ക് വേണ്ടി നമുക്ക് ഈ വീഡിയോ അങ്ങ് ചെയ്തേക്കാം. ഇതിപ്പോൾ ഒന്ന് നമ്മൾ ചൂടാക്കുകയാണ് ഇതിൻ്റെ പശ ഒന്ന് ഇളക്കാൻ വേണ്ടി. പശ ഇളക്കി കഴിഞ്ഞാലേ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ബോക്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് തുറക്കാൻ സാധിക്കും. പിന്നെ അതെ, കുറച്ച് പശയാണെങ്കിൽ ഒഴിച്ചാണെങ്കിൽ പഴയതുപോലെ ഒട്ടിച്ച് വെച്ചാൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ചതല്ല, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടന് വേണ്ടി വാങ്ങിച്ചാണ്. പുള്ളിയോട് നമ്മൾ പറഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം തുറന്നു നോക്കുന്നത്. ഒരുപാട് കമൻറ്റ് വന്നപ്പോൾ പുള്ളിക്ക് ഒരു സംശയം, എന്നാൽ പൊട്ടിച്ച് വയ്ക്കണം പുള്ളി തന്നെ പറഞ്ഞു. അപ്പോൾ നമുക്കാണെങ്കിൽ ഇത് പൊളിച്ച് വെക്കാം. കുറച്ച് ബലം കൊടുക്കണം കേട്ടോ, ചൂടാക്കിയിട്ടേ, എന്നാലും ഇത് പൊങ്ങി പോരുള്ളൂ. നല്ല രീതിയിൽ പശ വാരിക്കോരി തേച്ച് വെച്ചിട്ടുണ്ട്. 4 സൈഡിൽ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാലേ ഈ കാണുന്ന പോലെ കുറച്ച് ബലം കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതിങ്ങനെ പൊക്കിയെടുക്കാം. നമുക്കിവിടെ പൊക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, സെല്ലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം 4 4 8 സെല്ലുണ്ട്. അപ്പോൾ കറക്റ്റ് 12 AH തന്നെ ഉണ്ട്. ഇത് നമ്മൾ വാങ്ങിച്ചതാണെങ്കിൽ മറ്റേ മരുന്നടിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, നമ്മൾ പച്ചക്കറിക്കൊക്കെ ഒരു മരുന്നടിക്കുന്ന മെഷീനുണ്ട്, 12 വോട്ടിൻ്റെ മറ്റേ മോട്ടറൊക്കെ വെച്ചുള്ള ആ സാധനത്തിന് വേണ്ടിയാണ്. എന്തായാലും പണ്ട് അതിനകത്ത് ഇരുന്നത് SMF ബാറ്ററി ആയിരുന്നു. അതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മൊത്തം പണിക്കാർക്ക് അത് ഉപയോഗിക്കാൻ പാകത്തിനുള്ള ബാക്കപ്പ് കിട്ടുന്നു എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. എന്തായാലും കൊള്ളാം എന്നാണ് പുള്ളി പറഞ്ഞത്. ഇപ്പം നമുക്കിവിടെ 3.2 വോൾട്ട് 6 എച്ചിൻ്റെ സെല്ലാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നത്. ഈ കവർ നമ്മൾ പൊളിച്ച് കാണിച്ചു തരാം, BMS ഒക്കെ കാണിച്ചു തരാം. എന്തായാലും നല്ല രീതിയിൽ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാണ്ടിരിക്കാൻ വേണ്ടി സ്പോഞ്ച് പോലത്തെ സാധനങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ടൈറ്റ് ആയിട്ടാണ് ഈ സാധനം ഇരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അനങ്ങുന്നൊന്നുമില്ല. നമുക്ക് ഈ കവർ, ഈ നീല കവർ ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ സാധിക്കും ഇതിൻ്റെ സെല്ലും കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാനിത് കട്ട് ചെയ്യുന്ന ആ വീഡിയോ അതിനകത്ത് എടുത്തിട്ടില്ല, അത് അത്ര പക്കയായിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ കളഞ്ഞു. എന്തായാലും ഇപ്പം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട് സെല്ലൊക്കെ നല്ല രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിങ്ങനെ ഇത് അഴിച്ചെടുക്കുന്ന സമയത്തേ ഷോർട്ടാവാണ്ട് നോക്കണം. ഷോർട്ടായി കഴിഞ്ഞാൽ കത്തിയൊക്കെ വെച്ച് ഷോർട്ടായി കഴിഞ്ഞാൽ കത്തി അപ്പോൾ തന്നെ പഴുക്കും, കൈ പൊള്ളും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ പൊളിക്കാവുള്ളൂ. ചെറിയ സെല്ലാണ്, ചെറിയ ബാറ്ററി പാക്കാണ് എന്നൊന്നും വിചാരിക്കരുത്, സംഭവം ഡേഞ്ചറാണ്. കത്തിയൊക്കെ വെച്ച് കുത്തി പൊളിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഓർക്കണം, ഷോർട്ടാവരുത്. ഇതാണ് BMS. BMS എന്ന് വെച്ചാൽ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം. അതായത് ഈ സെല്ലുകളൊക്കെ ആണെങ്കിൽ നിയന്ത്രിക്കുന്നത് BMS ആണ്. ഇതിലേക്കുള്ള കറക്റ്റ് ഓരോ സെല്ലിലേക്കുള്ള വോൾട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നതൊക്കെ BMS ആണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതാണ്. ഇതാണെങ്കിൽ 12.8 വോൾട്ട് 12 എച്ചിൻ്റെ ഒരു ലിഥിയം ബാറ്ററി പാക്കാണ്. അതുകൊണ്ടാണെങ്കിലേ ഇതിനകത്താണെങ്കിൽ വളരെ ചെറിയൊരു BMS ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബാറ്ററി പാക്കിൻ്റെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് BMSൻ്റെ കപ്പാസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. എന്തായാലും സെല്ല് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ 3.2 വോൾട്ടിൻ്റെ 6 എച്ചിൻ്റെ സെല്ലാണ്, കറക്റ്റായിട്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്, വലിയ സംഭവമൊന്നുമില്ല. നമുക്കിത് പൊളിക്കാണ്ട് തന്നെ അറിയാൻ സാധിക്കും, കാരണം നമ്മൾ ഇത് ലോഡ് ചെയ്തിട്ട് ബാക്കപ്പൊക്കെ കിട്ടുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. പറ്റുന്നത്ര ആംബിയർ വെച്ചിട്ട് ലോഡ് ചെയ്താലേ നമുക്കാണെങ്കിൽ പെട്ടെന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ അത് SMF ബാറ്ററിയാണ്. ഇതുപോലത്തെ ലിഥിയം സെല്ല് വെച്ച് ഉണ്ടാക്കുന്നതിനാണെങ്കിൽ അത്ര കുഴപ്പമൊന്നുമില്ല. ഈ സാധനമാണെങ്കിൽ അത്യാവശ്യം എന്ന രീതിയിൽ നമുക്ക് ആംബിയർ വെച്ച് ലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നമുക്കിത് പഴയതുപോലെ തന്നെ ഏകദേശം പാക്ക് ചെയ്ത് ടേപ്പൊക്കെ അടിച്ച് നമ്മളിത് സെറ്റ് ചെയ്തിട്ട് പുള്ളിക്ക് കൊടുക്കുകയാണ്. പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല പക്കയായിട്ട് വർക്കാവുന്നുണ്ട്. എന്തായാലും വീഡിയോനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ കമൻ്റ് അടിക്കുക. നമുക്കാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി ചെയ്യാൻ നോക്കാം.